അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ട കൂട്ടുകാരെ, കഴിഞ്ഞ അമലിയാത്തിൻ്റെ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? നിങ്ങൾ ഓർക്കുന്നുണ്ടോ? നമസ്കാരം നിർബന്ധമുള്ള ആളുകളെ സംബന്ധിച്ച് പഠിച്ചു. പിന്നെന്തൊക്കെയാണ് പഠിച്ചത്? നമസ്കാരം ചില സമയത്ത് ഒഴിവാക്കണമെന്ന് അല്ലാഹു തആല പറഞ്ഞ ആളുകൾ ആരൊക്കെയാണ് എന്ന് പഠിച്ചു. അതുപോലെ തന്നെ ആ സമയങ്ങൾ ഏതൊക്കെയാണെന്നും പഠിച്ചു. ഒഴിവാക്കണമെന്ന് നിർദ്ദേശിച്ച സമയങ്ങൾ ഏതൊക്കെയാണ് എന്ന് പഠിച്ചു. അതുപോലെ തന്നെ നമസ്കാരം ഒഴിവാക്കാൻ പാടില്ലാത്ത കാര്യമാണെന്നും അത് കടുത്ത പാപമാണെന്നും അകാരണമായി നമസ്കാരം ഒഴിവാക്കുന്നതും തെറ്റാണെന്നും നമ്മൾ പഠിച്ചു. നിങ്ങളെല്ലാവരും എന്നും നമസ്കരിക്കാറില്ലേ? ഉണ്ട്. ശരി, ഒന്നാമത്തെ പാഠം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതിനുശേഷമുള്ള വർക്കുകൾ നിങ്ങൾ ചെയ്തോ? എന്തൊക്കെ വർക്കുകളാണ് ഉണ്ടായിരുന്നത്? പാഠത്തിന് ശേഷം തംരീന് ചെയ്യാനുണ്ടായിരുന്നു അല്ലേ? എന്തൊക്കെ? നിങ്ങൾ മുതിർന്നവരോടൊക്കെ ചോദിച്ചോ? ചോദ്യോത്തരം തയ്യാറാക്കാനുണ്ടായിരുന്നു അല്ലേ? ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തയ്യാറാക്കാനുണ്ടായിരുന്നു. അത് നിങ്ങളെല്ലാവരും തയ്യാറാക്കിയോ? നോട്ട് എഴുതി ഉസ്താദ്മാർക്ക് അയച്ചു കൊടുത്തു അല്ലേ? പിന്നെ പൂർത്തിയാക്കാനുണ്ട് അല്ലേ? വിട്ട ഭാഗം പൂർത്തിയാക്കാനുണ്ട്. അതുപോലെ തന്നെ പദപരിചയമുണ്ട് അല്ലേ? പദങ്ങൾ, വാക്കുകൾ, പുതിയ പുതിയ വാക്കുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ വാക്കുകൾ നിങ്ങളെല്ലാവരും പരിചയപ്പെട്ടോ? ഏതൊക്കെ വാക്കുകളാ? തൗബ എന്ന ഒരു വാക്ക് നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ പഠിച്ചു. അതുപോലെ തന്നെ ഖലാ എന്നൊരു വാക്ക് നമ്മൾ പഠിച്ചു. പിന്നെ മുക്കല്ലഫ് എന്ന ഒരു വാക്ക് നമ്മൾ പഠിച്ചു. ഹൈദ്, നിഫാസ്, ഇങ്ങനെ രണ്ട് വാക്കുകൾ പഠിച്ചു അല്ലേ? ഇങ്ങനെ ഒരുപാട് പദങ്ങൾ നമ്മൾ പഠിച്ചു അല്ലേ? ഇതെല്ലാം നമ്മൾ നമ്മുടെ നോട്ടിൽ എഴുതി അവയുടെ നേരെ അതിൻ്റെ അർത്ഥവും എഴുതി നമ്മൾ സൂക്ഷിക്കണം. പഠിക്കുകയും സൂക്ഷിക്കുകയും വേണം. എന്തിനാ അങ്ങനെ ചെയ്യുന്നത്? അങ്ങനെ ചെയ്താൽ നമ്മൾ മുതിർന്ന ക്ലാസ്സിലെത്തുമ്പോൾ നമുക്ക് പഠനം എളുപ്പമാവും. മുതിർന്ന ക്ലാസ്സിലെത്തുമ്പോൾ പഠനം എളുപ്പമാവും. അതുകൊണ്ട് ചെയ്യാത്ത കുട്ടികളുണ്ടെങ്കിൽ എല്ലാവരും ഇതെല്ലാം ഇന്ന് തന്നെ ചെയ്തു തീർക്കണം കേട്ടോ. ശരി, ഇനി നമുക്ക് പുതിയ പാഠത്തിലേക്ക് കടക്കാം. പുതിയ പാഠം ഏതാ? നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടോ? പുതിയ പാഠത്തിൽ നമ്മൾ പഠിക്കുന്നത് നമസ്കാരത്തിൻ്റെ ഷർത്തുകളാണ്. നമസ്കാരത്തിൻ്റെ ഷർത്തുകൾ. നമസ്കാരം എന്ന കഴിഞ്ഞ പാഠം നമ്മൾ പഠിച്ചില്ലേ? ആ പാഠത്തിൽ നമ്മൾ എന്തൊക്കെ പഠിച്ചത്? കഴിഞ്ഞ ക്ലാസ്സിൽ നമസ്കാരം എന്ന പാഠം പഠിച്ചു. ഇനി പുതിയ പാഠം നമസ്കാരത്തിൻ്റെ ഷർത്തുകൾ എന്നാണ്. എന്താണ് ഷർത്തുകൾ എന്ന് പറഞ്ഞാൽ? നിങ്ങൾ ചിന്തിച്ചോ? നമസ്കാരത്തിൻ്റെ ഷർത്തുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? നമസ്കാരം ശരിയാകുന്നതിന് നിർബന്ധമായും ഉണ്ടാകേണ്ട കാര്യങ്ങളാണ് നമസ്കാരത്തിൻ്റെ ഷർത്തുകൾ. നമസ്കാരം ശരിയാകുന്നതിന് നിർബന്ധമായും ഉണ്ടാവേണ്ട കാര്യങ്ങളാണ് നമസ്കാരത്തിൻ്റെ ഷർത്തുകൾ എന്ന് പറഞ്ഞാൽ. നമസ്കാരം എന്ന് പറഞ്ഞാൽ നമ്മൾ 2ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. എന്താ നമസ്കാരം എന്ന് പറഞ്ഞാൽ? നമസ്കാരം എന്ന് പറഞ്ഞാൽ അല്ലാഹു അക്ബർ എന്ന തക്ബീറത്തുൽ ഇഹ്റാം കൊണ്ട് തുടങ്ങി സലാം കൊണ്ട് അവസാനിക്കുന്നതിനിടക്കുള്ള ചില പ്രത്യേക വാക്കുകളും പ്രവർത്തികളുമാണ് നമസ്കാരം അല്ലേ? അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് നമ്മൾ തുടങ്ങും അല്ലേ? എന്നിട്ട് അവസാനം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് ഇങ്ങനെ പറഞ്ഞ് നമ്മൾ സലാം വീട്ടും അല്ലേ? ഇതിനിടയ്ക്ക് ചില പ്രത്യേക വാക്കുകൾ, കുറേ ചൊല്ലേണ്ട കാര്യങ്ങളുണ്ട്, ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് അല്ലേ? അതൊക്കെ അടങ്ങിയതാണ് നമസ്കാരം. ഈ നമസ്കാരം ശരിയാവണമെങ്കിൽ ചില കാര്യങ്ങൾ കൂടി നിർബന്ധമായും നമ്മൾ ചെയ്തിരിക്കണം. ഈ കാര്യങ്ങൾക്ക് പുറമെ ചില കാര്യങ്ങൾ ആദ്യമേ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. നമസ്കാരം തീരും വരെയും ആ കാര്യങ്ങൾ ഉണ്ടാവേണ്ടതുമുണ്ട്.
അത്തരം കാര്യങ്ങളാണ് എന്ത്? ഷർത്തുകൾ എന്ന് പറഞ്ഞാൽ. നമസ്കാരത്തിൻ്റെ ഷർത്തുകൾ എന്ന് പറഞ്ഞാൽ അത്തരം കാര്യങ്ങളാണ്. അത് എത്ര എണ്ണമുണ്ട്? അതാണ് നമ്മൾ ഈ പാഠത്തിൽ പഠിക്കുന്നത്. അത് 5 എണ്ണമുണ്ട്. എത്ര എണ്ണം? 5 എണ്ണം. നമ്മുടെ ഒരു കയ്യിൻ്റെ വിരലുകൾ ആലോചിച്ചാൽ മതി. ഒരു കയ്യിന് നമുക്ക് എത്ര വിരലുകളുണ്ട്? 5 വിരലുകളുണ്ടല്ലേ? എന്നാൽ 5 കാര്യങ്ങളാണ് നമസ്കാരം ശരിയാവുന്നതിന് നിർബന്ധമായും ഉണ്ടാവേണ്ട കാര്യങ്ങൾ. എത്ര എണ്ണം? 5 എണ്ണം. അതിൽ 2 എണ്ണം നമ്മൾ ഇന്ന് പഠിക്കും. ബാക്കിയുള്ളത് അടുത്ത ക്ലാസ്സിലാണ് നമ്മൾ പഠിക്കുക. എന്നാൽ ശരി, ഏതൊക്കെയാന്ന് നമുക്ക് നോക്കാം. 1, ചെറുതും വലുതുമായ അശുദ്ധികളിൽ നിന്ന് ശുദ്ധിയാവൽ. ചെറുതും വലുതുമായ അശുദ്ധികളിൽ നിന്ന് ശുദ്ധിയാവൽ. എന്താ അങ്ങനെ പറഞ്ഞാൽ? ചെറുതും വലുതുമായ അശുദ്ധികൾ, ചെറിയ അശുദ്ധി, വലിയ അശുദ്ധി, ഇങ്ങനെ 2 കാര്യങ്ങൾ നമ്മൾ പഠിക്കണം. ചെറിയ അശുദ്ധി എന്ന് പറഞ്ഞാൽ ആദ്യം അത് പഠിക്കാം നമുക്ക്, അല്ലേ? ചെറിയ അശുദ്ധി എന്ന് പറഞ്ഞാൽ നമ്മൾ ദിവസവും മൂത്രിക്കാറും കാഷ്ടിക്കാറൊക്കെ അല്ലേ, എന്നിട്ട് നമ്മൾ വൃത്തിയാക്കാറുമുണ്ട്, അല്ലേ? അങ്ങനെ മൂത്രിക്ക കാഷ്ടിക്ക പോലത്തെ ചില കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ നമസ്കരിക്കണമെങ്കിൽ ആ ഭാഗം വൃത്തിയാക്കിയാൽ മാത്രം പോരാ. പിന്നെന്ത് വേണം? നമ്മുടെ ശരീരത്തിൻ്റെ ചില പ്രത്യേക അവയവങ്ങളിൽ നിയത്തോടുകൂടി വെള്ളം കൊണ്ട് കഴുകണം. അങ്ങനെ കഴുകിയാൽ മാത്രമേ ആ അശുദ്ധിയിൽ നിന്ന് നമ്മൾ ശുദ്ധിയാവുകയുള്ളൂ. നമസ്കാരം എന്ന പവിത്രമായ കാര്യമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്, അല്ലേ? അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട നമസ്കാരം എന്ന കാര്യം ചെയ്യുമ്പോൾ നല്ല ശുദ്ധിയോട് കൂടിയാണ് നമസ്കാരം എന്ന പ്രവൃത്തി നമ്മൾ ചെയ്യേണ്ടത്, അല്ലേ? അപ്പോൾ നമുക്ക് ശുദ്ധി വേണം. ശുദ്ധി വേണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ചെറിയ അശുദ്ധിയാണ് നമുക്കുണ്ടായതെങ്കിൽ, ചെറിയ അശുദ്ധി എന്ന് പറഞ്ഞാൽ മൂത്രിക്ക കാഷ്ടിക്ക പോലത്തെ കാര്യങ്ങൾ ചെയ്യുക. അത്തരം അശുദ്ധി ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ മൂത്രിച്ച ശേഷമോ കാഷ്ടിച്ച ശേഷമോ ആ ഭാഗം വൃത്തിയാക്കിയാൽ മാത്രം പോരാ. നമസ്കരിക്കണമെങ്കിൽ എന്തുകൂടി വേണം? നമ്മുടെ ശരീരത്തിൻ്റെ ചില പ്രത്യേക ഭാഗങ്ങളിൽ വെള്ളം കൊണ്ട് നിയത്തി വെച്ച് വെള്ളം കൊണ്ട് കഴുകണം. നമ്മളങ്ങനെ കഴുകുന്നതിനാണ് ചെറിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവുക എന്ന് പറയാം, അല്ലേ? അതിന് ഒരു പേര് പറയും. എന്താ പറയുക? നമ്മളങ്ങനെ വെള്ളം കൊണ്ട് ശരീരത്തിൻ്റെ ചില പ്രത്യേക ഭാഗങ്ങൾ നിയത്തോടു കൂടി കഴുകൂലേ? അതിനൊരു പേരുണ്ട്. അതിൻ്റെ പേരാണെന്ത്? വുളൂ ചെയ്യുക എന്ന് നമ്മൾ പറയാറില്ലേ? കൈപ്പത്തിയൊക്കെ കഴുകി വായിൽ വെള്ളം കൊപ്പിളിച്ച് മൂക്കിൽ വെള്ളം കയറ്റിയിട്ട് അത് താഴേക്ക് തന്നെ കളഞ്ഞ് പിന്നെ മുഖമൊക്കെ കഴുകി കൈകളൊക്കെ കഴുകി തലയൊക്കെ തടവി കാലുകളൊക്കെ കഴുകുന്ന നമ്മൾ കണ്ടിട്ടില്ലേ വുളു? ആ വുളു അത് നമ്മൾ ചെയ്യണം. അപ്പോഴാണ് ചെറിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവുക. വലിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവണം. അതുകൂടി ഉണ്ടെങ്കിലേ നമുക്ക് നമസ്കരിക്കാൻ പറ്റുകയുള്ളൂ. എന്താ വലിയ അശുദ്ധി എന്ന് പറഞ്ഞാൽ? നിങ്ങൾക്കറിയോ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, നമ്മുടെ ഉമ്മമാർക്ക് പ്രത്യേക ചില കാര്യങ്ങൾ ഉണ്ടാവാറുണ്ട്, അല്ലേ? ഹൈല്, നിഫാസ് പോലത്തെ ചില പ്രത്യേക കാര്യങ്ങൾ ഉണ്ടാവാറുണ്ട് എന്ന് നമ്മൾ പഠിച്ചില്ലേ? അതെ, ആ കാര്യങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അവർ അതുണ്ടായതിന് ശേഷം ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും വെള്ളം കൊണ്ട് കഴുകണം. നിയത്തി വെച്ച് ശരീരത്തിൻ്റെ എല്ലാ ഭാഗവും കഴുകിയെങ്കിൽ മാത്രമേ അവർക്ക് നമസ്കരിക്കാൻ പറ്റുകയുള്ളൂ. അപ്പോഴേ അവർക്ക് ശുദ്ധി വരികയുള്ളൂ. അതെന്തിനാ? നമസ്കാരമെന്ന പവിത്രമായ കാര്യം ചെയ്യാൻ അല്ലാഹു തആല വെച്ച കാര്യമാണ്. എന്ത്? ഹൈല്, നിഫാസ് പോലത്തെ കാര്യങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ നിയത്തി വെച്ച് ശരീരം മൊത്തം വെള്ളം കൊണ്ട് കഴുകണം. അതിനെന്താ നമ്മൾ പേര് പറയാ? ശരീരം മൊത്തം വെള്ളം കൊണ്ട് കഴുകുന്നതിന് നമ്മൾ കുളിക്കാന്ന് പറയും, അല്ലേ? അങ്ങനെ കുളിക്കണം. അപ്പോൾ ചെറിയ ശുദ്ധി, വലിയ ശുദ്ധി 2 എണ്ണം എന്നിങ്ങനെ 2 എണ്ണമുണ്ട്, അല്ലേ? വലിയ ശുദ്ധി എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറഞ്ഞത്? ഉമ്മമാർക്ക് ഹൈല്, നിഫാസ് പോലത്തെ കാര്യങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനുശേഷം അവർ നമസ്കരിക്കണമെങ്കിൽ ശരീരം മൊത്തം നിയത്തോടു കൂടി വെള്ളം കൊണ്ട് കഴുകി ശുദ്ധിയാക്കണം, അല്ലേ? അഥവാ കുളിക്കണം എന്ന് നമ്മൾ പറഞ്ഞു. ഉപ്പമാർക്കും അതുപോലെ തന്നെ
ഇക്കാക്കന്മാർക്കും മുതിർന്ന ആണുങ്ങൾക്കും ഇതുപോലെ ചില കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അവരും ഇതുപോലെ നിയത്ത് വെച്ച് ശരീരം മൊത്തത്തിൽ കഴുകണം അഥവാ കുളിക്കണം. അങ്ങനെ കുളിച്ചാലാണ് അവർ വലിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവുക. അപ്പോൾ വലിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവുക, ചെറിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവുക, ഇങ്ങനെ രണ്ട് കാര്യമുണ്ട്. ഒന്ന് വലുതും ഒന്ന് ചെറുതുമാണ് അല്ലേ? ചെറുത് എന്ന് പറയാൻ കാരണം എന്താ? ശരീരത്തിൻ്റെ ചില ഭാഗങ്ങൾ മാത്രം കഴുകിയാൽ മതി, എല്ലാ ഭാഗവും വെള്ളം കൊണ്ട് കഴുകണ്ട. അതുകൊണ്ട് അത് ചെറിയ അശുദ്ധി എന്നും. വലിയ അശുദ്ധി എന്ന് പറയാൻ ഉള്ള കാരണം എന്താ? അത്തരം കാര്യങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ നിയത്തോടു കൂടി ശരീരത്തിൻ്റെ എല്ലാ ഭാഗവും വെള്ളം കൊണ്ട് കഴുകണം. അതുകൊണ്ടാണ് അത്തരം കാര്യങ്ങളെ വലിയ അശുദ്ധിയുടെ കാരണങ്ങൾ എന്ന് പറയുന്നത്. ഇതാണ് ഒന്നാമത്തെ കാര്യം. ചെറിയ അശുദ്ധിയിൽ നിന്നും വലിയ അശുദ്ധിയിൽ നിന്നും ശുദ്ധിയാവുക. ചെറിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാകണമെങ്കിൽ നമ്മൾ വുളു ചെയ്യണം. വലിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാകണമെങ്കിൽ നമ്മൾ കുളിക്കണം. ഇതാണ് നമ്മൾ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം. നമസ്കാരം ശരിയാകുന്നതിന് വേണ്ടിയുള്ള നിബന്ധനകളിൽപ്പെട്ട ഒന്നാമത്തത് ചെറിയ അശുദ്ധിയിൽ നിന്നും വലിയ അശുദ്ധിയിൽ നിന്നും ശുദ്ധിയാവുക. രണ്ടാമത്തെ കാര്യം, നമസ്കരിക്കുന്ന ആള്, ആ ആളുടെ ശരീരം, അതുപോലെ തന്നെ വസ്ത്രം, പിന്നെ നമസ്കരിക്കുന്ന സ്ഥലം, ഇത് മൂന്നും നജസിൽ നിന്നും ശുദ്ധിയാവണം. എന്തൊക്കെ? ശരീരം, പിന്നെ വസ്ത്രം, നമസ്കരിക്കുന്ന സ്ഥലം, ഇത് മൂന്നും നജസിൽ നിന്ന് ശുദ്ധിയാവണം. നജസ് എന്ന് പറഞ്ഞാൽ എന്താ? മാലിന്യം. നമ്മൾ മൂത്രിക്കാറുണ്ട് എന്ന് പറഞ്ഞില്ലേ? മൂത്രം ഒരു മലിന വസ്തുവാണ്. പിന്നെ കാഷ്ടിക്കാറുണ്ട് എന്ന് പറഞ്ഞില്ലേ? കാഷ്ടും അതുപോലെ മലിന വസ്തുവാണ്. ഇതുപോലത്തെ മലിന വസ്തുക്കൾ നമ്മുടെ ശരീരത്തിലും ഉണ്ടാവാൻ പാടില്ല, വസ്ത്രത്തിലും ഉണ്ടാവാൻ പാടില്ല, നമസ്കരിക്കുന്ന സ്ഥലത്തും ഉണ്ടാവാൻ പാടില്ല. ഇത് മൂന്നും നജസ് എന്ന വസ്തുവിനെ തൊട്ട് ഒഴിഞ്ഞു നിൽക്കണം. അഥവാ നജസ് എന്ന വസ്തു ഇതിൽ മൂന്നിലും ഉണ്ടാവാൻ പാടില്ല. ഇതാണ് രണ്ടാമത്തെ കാര്യം. ഇപ്പം രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. നമസ്കാരത്തിൻ്റെ ഷർത്തുകൾ എന്ന് പറഞ്ഞത് 5 എണ്ണമാണെന്നും പഠിച്ചു. അതിൽ 2 എണ്ണം നമ്മൾ ഇന്ന് പഠിച്ചു അല്ലേ? ഒന്നേതാ? ഒന്ന് ചെറിയ അശുദ്ധിയിൽ നിന്നും വലിയ അശുദ്ധിയിൽ നിന്നും ശുദ്ധിയാവുക. 2 നമസ്കരിക്കുന്ന ആളുടെ ശരീരം, വസ്ത്രം, നമസ്കരിക്കുന്ന സ്ഥലം, ഇത് മൂന്നും നജസിനെ തൊട്ട് ഒഴിവാവുക. ഈ 2 നിബന്ധനകളാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ഇനി നമുക്ക് പാഠം വായിക്കാം. ശ്രദ്ധിക്കൂ. പാഠം 2 എല്ലാവരും ശ്രദ്ധിക്കണം. ബിസ്മി ചൊല്ലിക്കൊണ്ടാണ് നമ്മൾ തുടങ്ങേണ്ടത് അല്ലേ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പാഠം 2, നമസ്കാരത്തിൻ്റെ ഷർത്തുകൾ. നമസ്കാരത്തിൻ്റെ ഷർത്തുകൾ. ഇനി ശ്രദ്ധിക്കൂ. ഇബാദത്തുകൾ സാധുവാകാൻ ഷർത്തുകൾ അനിവാര്യമാണ്. ഇബാദത്തുകൾ സാധുവാകാൻ ഷർത്തുകൾ അനിവാര്യമാണ്. നമ്മൾ പറഞ്ഞു എന്താ ഷർത്ത് എന്ന് പറഞ്ഞാൽ? ഷർത്ത് എന്ന് പറഞ്ഞാൽ ഇബാദത്ത്, ഏത് ഇബാദത്താണെങ്കിലും, നമസ്കാരം എന്ന ഇബാദത്ത് പോലെ തന്നെ മറ്റും കുറേ ഇബാദത്തുകളുണ്ട് അല്ലേ? ആ ഇബാദത്തുകളെല്ലാം ശരിയാകുവാൻ, സാധുവാകാൻ ശരിയാകുവാൻ ഷർത്തുകൾ അനിവാര്യമാണ്. അനിവാര്യം എന്ന് പറഞ്ഞാൽ എന്താ? നിർബന്ധം. നിർബന്ധമായിട്ട് ആ കാര്യം ചെയ്തിരിക്കണം, അല്ലെങ്കിൽ ആ നമസ്കാരം അതുപോലെ തന്നെ മറ്റ് ഇബാദത്തുകളൊന്നും ശരിയാവില്ല. അപ്പം ഷർത്ത് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ പറയുക? ഏതൊരു ഇബാദത്തും ശരിയാകുവാൻ ആവശ്യമായി നിർബന്ധമായും ഉണ്ടാവേണ്ട കാര്യങ്ങളാണ് ഷർത്തുകൾ. നമസ്കാരത്തിന് വായിക്കണ ശ്രദ്ധിക്കൂ. നമസ്കാരത്തിന് 5 ഷർത്തുകളുണ്ട്. നമസ്കാരത്തിന് 5 ഷർത്തുകളുണ്ട്. 1, ചെറുതും വലുതുമായ അശുദ്ധികളിൽ നിന്നു ശുദ്ധിയാവുക. ചെറുതും വലുതുമായ അശുദ്ധികളിൽ നിന്നു ശുദ്ധിയാകുക. അപ്പം നമ്മൾ പറഞ്ഞു ചെറിയ അശുദ്ധി എന്താന്ന് പറഞ്ഞു അല്ലേ? മുത്രിക്ക, കഷ്ടിക്ക പോലത്തെ ചില കാര്യങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ എന്തു ചെയ്യണം? അവിടെ വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ ശരീരത്തിൻ്റെ ചില പ്രത്യേക അവയവങ്ങളിൽ നിയത്തോടു കൂടി വെള്ളം ചേർത്ത്, ക്രമത്തിൽ വെള്ളം ചേർത്ത് കഴുകണം എന്ന് പറഞ്ഞു അല്ലേ? അതിനെന്താ പേരെന്ന് പറഞ്ഞു? വുളു ചെയ്യുക. അങ്ങനെ വുളു ചെയ്ത് ശുദ്ധിയാണ്. അതാണ് ചെറിയ ശുദ്ധിയിൽ നിന്നുള്ള ശുദ്ധി. വലിയ ശുദ്ധിയിൽ നിന്നുള്ള ശുദ്ധിയോ?
ഹൈദ് നിഫാസ് പോലത്തെ ഉമ്മമാർക്കും സ്ത്രീകൾക്കുണ്ടാവുന്ന കാര്യങ്ങൾ അതുണ്ടായി കഴിഞ്ഞതിന് ശേഷം അവർ അതിൽ നിന്ന് ശുദ്ധിയാകുവാൻ നീയത്ത് വെച്ച് ശരീരം മൊത്തം വെള്ളം കൊണ്ട് കഴുകണമെന്ന് പറഞ്ഞു അല്ലേ, അഥവാ കുളിക്കണമെന്ന് പറഞ്ഞു. ഉപ്പമാർക്കും ഇക്കാക്കമാർക്കും ചില കാര്യങ്ങൾ ഉണ്ടാവുമ്പോഴും ഇതുപോലെ വലിയ ശുദ്ധി ഉണ്ടാവും. അപ്പോഴും അവരും എന്തു ചെയ്യണം? നീയത്ത് വെച്ച് ശരീരത്തിൽ മൊത്തം വെള്ളം കൊണ്ട് കഴുകണം അഥവാ കുളിക്കണം. ഇങ്ങനെ ചെറിയ അശുദ്ധികൾ ഉണ്ടാവുമ്പോൾ വുളു ചെയ്തുകൊണ്ടും വലിയ ശുദ്ധിയുടെ കാര്യങ്ങൾ ഉണ്ടാവുമ്പോൾ കുളിച്ചുകൊണ്ടും നമ്മൾ ശുദ്ധിയാവണം. ഇത്തരം കാര്യങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇങ്ങനെ ശുദ്ധിയായെങ്കിൽ മാത്രമേ നമസ്കാരം ശരിയാവുകയുള്ളൂ. ഇനി 2, ശരീരം, വസ്ത്രം, നിസ്കാരത്തിൻ്റെ സ്ഥലം എന്നിവ നജസിൽ നിന്ന് ശുദ്ധിയാകുക. ശരീരം, നമ്മുടെ ശരീരം, അതുപോലെ തന്നെ വസ്ത്രം, നമ്മൾ ഉടുത്തിരിക്കുന്ന വസ്ത്രം, പിന്നെ നമ്മുടെ ശരീരത്തിൽ എന്തെല്ലാം നമ്മൾ ഉടുത്തിട്ടുണ്ടോ അതെല്ലാം, ശരീരത്തിൽ നമ്മൾ ഷർട്ടിന് പുറമെ നമ്മളൊരു ഷാൾ കൂടി പുതച്ചിട്ടുണ്ടെങ്കിൽ ആ ഷാൾ അടക്കം, അതൊക്കെ നമ്മൾ വസ്ത്രമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതടക്കം നമ്മുടെ വസ്ത്രമായിട്ട് പരിഗണിക്കും അല്ലേ. അങ്ങനെ ശരീരം, വസ്ത്രം, നിസ്കാരത്തിൻ്റെ സ്ഥലം, നമ്മൾ നിസ്കരിക്കുന്ന ആ സ്ഥലം, നമ്മൾ അവയവങ്ങൾ നിലത്ത് വെക്കൂലേ സുജൂദൊക്കെ ചെയ്യുമ്പോഴും, അങ്ങനെ ഇരിക്കുമ്പോഴൊക്കെ നമ്മൾ ശരീരം നിലത്ത് വെക്കാറുണ്ട് അല്ലേ. അങ്ങനെ നമ്മൾ നമസ്കരിക്കുന്ന ആ സ്ഥലം എന്നിവ നജസിൽ നിന്ന് ശുദ്ധിയാവുക. മൂത്രം, അതുപോലെ തന്നെ കാഷ്ടം പോലത്തെ നജസുകൾ ഉണ്ടാവാൻ പാടില്ല, അതിൽ നിന്ന് ശുദ്ധിയാവണം. ഇതാണ് 2 നിബന്ധനകൾ. ഇത്രയുമാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ഞാൻ ഒരു തവണ കൂടി വായിക്കാം, നിങ്ങൾ എല്ലാവരും എൻ്റെ കൂടെ വായിക്കണം. പാഠം 2, നമസ്കാരത്തിൻ്റെ ഷർത്തുകൾ. ഇബാദത്തുകൾ സാധുവാകാൻ ഷർത്തുകൾ അനിവാര്യമാണ്. എങ്ങനെ വായിച്ചത്? അനിവാര്യമാണ്. നമസ്കാരത്തിന് 5 ഷർത്തുകളുണ്ട്. എന്താ വായിച്ചത്? 5 ഷർത്തുകളുണ്ട്. 1, ചെറുതും വലുതുമായ അശുദ്ധികളിൽ നിന്നു ശുദ്ധിയാകുക. ചെറുതും വലുതുമായ അശുദ്ധികളിൽ നിന്നു ശുദ്ധിയാകുക. 2, ശരീരം, വസ്ത്രം, നിസ്കാരത്തിൻ്റെ സ്ഥലം എന്നിവ നജസിൽ നിന്ന് ശുദ്ധിയാകുക. നജസിൽ നിന്ന് ശുദ്ധിയാകുക. ഇത്രയുമാണ് നമ്മുടെ പാഠമുള്ളത്. അതുകൊണ്ട് ഇത്രയും ഭാഗം നിങ്ങളെല്ലാവരും വീട്ടിൽ നിന്ന് വായിക്കുകയും ഈ പാഠഭാഗം നോട്ട്ബുക്കിലേക്ക് എഴുതുകയും വേണം. പിന്നെ ഉമ്മമാരോട് ഡിക്റ്റേഷൻ ഇടാൻ ആവശ്യപ്പെടുകയും വേണം. എന്നിട്ട് അതെല്ലാം ഉസ്താദുമാർക്ക് നിങ്ങൾ അയച്ചു കൊടുക്കണം. കഴിഞ്ഞ ദിവസം ഒരു കാര്യം നമ്മൾ ആവശ്യപ്പെട്ടിരുന്നു, നിങ്ങളെല്ലാവരും ചെയ്തോ? എന്താ പറഞ്ഞിരുന്നത്? അതെ, ഉസ്താദുമാർക്ക് നമസ്കാരത്തിനെക്കുറിച്ച് നമ്മൾ വിവരശേഖരം നടത്തിയിട്ട് അതെല്ലാം എഴുതി ഉസ്താദുമാർക്ക് അയച്ചു കൊടുക്കണം എന്ന് പറഞ്ഞിരുന്നു. നിങ്ങളെല്ലാവരും അയച്ചു കൊടുത്തോ? നല്ല കുട്ടികൾ, എല്ലാവരും നല്ല കുട്ടികളായി ഉസ്താദുമാർ പറയുന്നതെല്ലാം കേട്ട് പഠിക്കണം. കേട്ടോ? എന്നാൽ ശരി, നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. അസ്സലാമു അലൈക്കും.